കുട്ടി ബേബീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക തോരനാണ്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമുക്ക് കോവയ്ക്ക നാലായി കീറിയൊന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ ഞാനിവിടെ കോവയ്ക്ക നാലായിട്ട് കീറിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. ഇതിനു വേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സിയിലൊന്ന് അരച്ചുകൊണ്ട് വരാം. ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് കടുക് അല്പം ഇടാം. ഞാൻ വറ്റൽമുളക് ഇവിടെ ഉപയോഗിക്കുന്നില്ല. സാധാരണ ഞാൻ മിക്കുള്ള കറിയും വെക്കുമ്പോൾ കുട്ടികൾക്ക് കൂടെ ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് വറ്റൽമുളക് ഉപയോഗിക്കാറില്ല. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇതിലേക്ക് തട്ടിയിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ഞാൻ സവാളയൊന്നും ചേർക്കുന്നില്ല. സാധാരണ തോരൻ വെക്കുമ്പോൾ സവാള ഞാൻ ചേർക്കാറുണ്ട്. കുട്ടികൾക്ക് സവാളയൊക്കെ ചേർത്ത് ഇങ്ങനെ തോരൻ വെച്ചാലും താല്പര്യം. എനിക്ക് ഇന്ന് കോവയ്ക്ക് ഇത്തിരി അധികത്തിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സവാളയും കൂടെ ചേർക്കാത്തത്. അപ്പം തോരൻ വെച്ചാലും ഒരുപാടായി പോവും. അതുകൊണ്ട് ഞാൻ കോവയ്ക്ക മാത്രമേ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ. ഒരു പാത്രം വെച്ച് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. നമ്മുടെ മൂടി ഒന്ന് മാറ്റി നോക്കാം. ഏകദേശം നമ്മളൊരു 5 മിനിറ്റ് കൂടുതലായി തോരൻ അടപ്പ വെച്ചിട്ട് ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി ഈർപ്പൊക്കെ ഒന്ന് വറ്റുന്നവരെ ഒന്ന് ഇളക്കിയിരിക്കുക. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടങ്ങ് തട്ടിയിടാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഒരു 2-3 മിനിറ്റ് വരെ നമുക്കിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.